ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സ് ആ ടോപ്പിക്ക് നോക്കാം. നമ്മൾ ഇവാലുവേറ്റിംഗ് ടൂൾസ് പഠിച്ചു. കുട്ടികളെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അതിനെങ്ങനെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ് ഉണ്ട്, അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അത് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസും നമ്മൾ പഠിച്ചു. ഇപ്പോൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സും കൂടെ നോക്കാം. ടീച്ചേഴ്സിൻ്റെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അതിന് എന്തെല്ലാം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ആരെല്ലാമാണ് ടീച്ചർ ഇവാലുവേഷനിൽ പാർട്ടാവുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സ്. Teacher evaluation refers to the formal process a school uses to review and rate teachers' performance. Review and rate teachers' performance. ടീച്ചറിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യും, റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സ്കൂൾ അതോറിറ്റി. ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഇൻ ദ ക്ലാസ് റൂം, ഹൗ എഫക്റ്റീവ് ഷീ ഈസോ ഹീ ഈസ് ഇൻ ദ ക്ലാസ് റൂം, അത് റേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇവാലുവേഷനാണ് ടീച്ചർ ഇവാലുവേഷൻ. സം പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചർ ഇവാലുവേഷൻ. എന്തൊക്കെ പ്രിൻസിപ്പിളാണ് ടീച്ചർ ഇവാലുവേഷന് വേണ്ടി നമ്മൾ മനസ്സിലോർക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ മെത്തേഡ്. ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള ഒരു ഇവാലുവേഷൻ ആവരുത്. പല സോഴ്സിൽ നിന്നും ഇവാലുവേഷൻ ചെയ്യാനുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ teaching evaluation is the use of multiple method of teaching evaluation involving multiple sources of data. അതായത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല, പല സോഴ്സിൽ നിന്നും, പേരൻസിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, അതോറിറ്റിയിൽ നിന്ന്, പലരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് വേണം ടീച്ചർ ഇവാലുവേഷൻ നടത്താനായിട്ട്. ഫാക്കൽറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്കൂൾ റെസ്പോൺസിബിലിറ്റീസ്. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫാക്കൽറ്റിയുടെ, ഫെലോ ടീച്ചേഴ്സിൻ്റെ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ചേർന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടീച്ചർ ഇവാലുവേഷൻ ഉള്ളത്. To ensure that evaluation system adopted is credible and acceptable, faculty members must have a strong hand in its development. faculty members-നും ഒരു പാർട്ട് ഉണ്ടാവണം ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന്. അതേപോലെ തന്നെ ക്രെഡിബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടൂളായിരിക്കണം ഇതിന് യൂസ് ചെയ്യുന്നത്. ബിഫോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സ്കൂൾ അഡോപ്റ്റ് ടീച്ചിങ് ഇവാലുവേഷൻ സിസ്റ്റം, ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഷുഡ് ഡിറ്റർമിൻ ദെയർ ക്രൈറ്റീരിയ ഫോർ എഫക്റ്റീവ് ടീച്ചിങ്. ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് അവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന്. എന്നാലാണല്ലോ ആരെയാണോ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് അയാൾക്ക് ആ ക്രൈറ്റീരിയ അറിഞ്ഞാൽ മാത്രമാണ് ആ ഇവാലുവേഷൻ ഫ്രൂട്ട്ഫുൾ ആവുകയുള്ളൂ അല്ലേ. അതുകൊണ്ട് ആ ക്രൈറ്റീരിയ വെൽ ഇൻ അഡ്വാൻസ് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അടുത്ത പ്രിൻസിപ്പിളാണ് ഇൻഡിവിജ്വലൈസിങ് ടീച്ചിങ് ഇവാലുവേഷൻ. നമ്മൾ പറയും സെൽഫ് അപ്രൈസൽ. ഓരോരോ ടീച്ചറിനും അറിയാം ടീച്ചർ എന്നുള്ള നിലയിൽ പ്രൊഫഷണലി എത്ര ഗ്രോത്താണ് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളത്, എന്തെല്ലാം പ്രൊഫഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റിയെന്ന് അറിയാം അല്ലേ. അതിനാണെന്ന് പറയണത് ഇൻഡിവിജ്വലൈസിങ് ടീച്ചിങ് ഇവാലുവേഷൻ. എഫക്റ്റീവ് ടീച്ചിങ് ഇവാലുവേഷൻ മസ്റ്റ് ബി ഇൻഡിവിജ്വലൈസ്ഡ്. എ യൂണിഫോം സിസ്റ്റം ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് സം ഇൻഡിവിജ്വൽസ്, സോ എ പ്ലാൻ സെൻസിറ്റീവ് ടു ഇൻഡിവിജ്വൽ വേരിയേഷൻ ഷുഡ് ബി ഡെവലപ്ഡ്. എ ഫാക്കൽറ്റി മെമ്പർ ഷുഡ് provide information about his contribution and accomplishment as a teacher. അപ്പോൾ ടീച്ചറായിട്ട് തൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള കാര്യവും ഫാക്കൽറ്റി മെമ്പർ തന്നെ അതിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ വാട്ട് മേ ബി അസസ്ഡ്. എന്തൊക്കെയാണ് അസസ് ചെയ്യപ്പെടേണ്ടത്? ടീച്ചിങ് ഇവാലുവേഷൻ ഹാസ് ഇറ്റ്സ് സെൻട്രൽ എലമെൻറ്റ് ദ അസസ്മെൻറ്റ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി അതൊരു പോയിൻ്റാണ്. ദെൻ സിൻസ് ടീച്ചിങ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ബ്രോഡർ ദാൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ദ ടീച്ചിങ് മസ്റ്റ് അസസ് മോർ ദാൻ ക്ലാസ് റൂം പെർഫോമൻസ്. ക്ലാസ് റൂം പെർഫോമൻസ് മാത്രമല്ല ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇത്. അതുകൊണ്ട് വേറെ പലതും ഇതിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. സം സോഴ്സസ് ഓഫ് ഡാറ്റ ഫോർ ഇവാലുവേറ്റിംഗ് ടീച്ചിങ് ഈസ് സ്റ്റുഡൻസ്, കൊളീഗ്സ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. സെൽഫ് റിഫ്ലക്റ്റീവ് ഡയറി ഉണ്ടാവും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിൽ നിന്ന് തന്നെ അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, കൊളീഗ്സിൽ നിന്ന് കളക്ട് ചെയ്യാം, സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ കളക്ട് ചെയ്തിട്ട് വേണം അസസ്മെൻറ്റ് നടത്താനായിട്ട്. അതിൽ നമ്മൾ സ്റ്റുഡൻസിൽ നിന്ന് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം? സ്റ്റുഡൻസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ്. എൻഡ് ഓഫ് ദ ടേം റേറ്റിംഗ് ഫോം. നമുക്കൊരു റേറ്റിംഗ് ഫോം കൊടുക്കാം, ആ കുട്ടികൾ അത് റേറ്റ് ചെയ്ത് തരും. ആൻഡ് ദ റിട്ടേൺ കമൻറ്റ്സ്, ദേ ക്യാൻ റൈറ്റ് ദ റിട്ടേൺ കമൻറ്റ്സ് ഓൾസോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അലുമിനി ലെറ്റേഴ്സ് ആൻഡ് സർവേസ്. അവിടെ നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാം. ടീച്ചറിൻ്റെ
എഫിഷ്യൻസിയെ പറ്റി. ദെൻ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് ആൻഡ് സർവേസ് എമംഗ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ നടത്താം. ദെൻ പീരിയോഡിക് സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്, പീരിയോഡിക്കലി സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ്, കുട്ടികളുടെ പഠിത്തം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അവരെത്രത്തോളം ഒരു ഇത് പഠിച്ചു, അത് ആ ടീച്ചർ എങ്ങനെ അത് ക്ലാസ്സിൽ ഇൻസ്ട്രക്ട് ചെയ്തു എന്ന് അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തും നമുക്ക് ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആ ഡേറ്റയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പിയർ റിവ്യൂ. പിയർ ഗ്രൂപ്പ് ഉണ്ടാവും, ടീച്ചേഴ്സിന് തന്നെ ഫെലോ കൊളീഗ്സ് ഉണ്ടാവും, അവരിൽ നിന്ന് റിവ്യൂ കളക്ട് ചെയ്യാം. അത് ഒരു ടീച്ചറുടെ അതേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാം, അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൽ നിന്ന് കളക്ട് ചെയ്യാം, അതേപോലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ടീച്ചേഴ്സിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെയാണ് പിയർ റിവ്യൂ. അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും വളരെ വാല്യുബിളാണ് ഈ കാര്യത്തിൽ. Then colleagues who have expertise in the discipline can provide important evaluative information through classroom visit and review of course and instructional material. The teacher ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലും കോഴ്സ് മെറ്റീരിയലും റിവ്യൂ ചെയ്യുക. ആരാണത് റിവ്യൂ ചെയ്യേണ്ടത്? ആ ഡിസിപ്ലിനിൽ നല്ല അറിവുള്ള വേറൊരു കൊളീഗിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക അല്ലേ. അതേപോലെ തന്നെ ക്ലാസ് റൂം വിസിറ്റ് നടത്താം. അപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ടീച്ചർ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള ഇൻഫർമേഷനും ആ ടീച്ചറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. Then self-reflection, the preparation of teacher portfolio and teacher dossiersഉം പോർട്ട്ഫോളിയോയും ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്ന് തന്നെ സെൽഫ് റിഫ്ലക്ഷൻ ആയിരിക്കും അതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. The development of teacher portfolio is a method that allows individual to collect and display multiple sources of information regarding their teaching effectiveness. It contributes both to sound personal decisions and to the professional development of the individual faculty member. ആ ഫാക്കൽറ്റി മെമ്പറിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും അറിയാം, അതേപോലെ തന്നെ ഇൻഡിവിജ്വലി ഉള്ള ക്വാളിഫിക്കേഷൻസും അറിയാം. എല്ലാം നമുക്ക് പോർട്ട്ഫോളിയോയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡോസിയറിൽ നിന്നോ, എ ഡോസിയർ ഈസ് ദ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രൊഫസേഴ്സ് മേജർ സ്ട്രെങ്ത് ആൻഡ് ടീച്ചിങ് അച്ചീവ്മെൻറ്റ്സ്. അതിൽ ടീച്ചിങ് അച്ചീവ്മെൻറ്റ്സും മേജർ സ്ട്രെങ്തും ആയിരിക്കും സാധാരണയായിട്ട് ഡോസിയറിൽ കാണുന്നത്. The dossier describes documents and materials which collectively suggest the scope and quality of professor's teaching performance. ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രൊഫസറിൻ്റെ ടീച്ചിങ് പെർഫോമൻസിനെ പറ്റി നല്ലൊരു ഡേറ്റ തന്നെ ഡോസിയേഴ്സിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാം. ടീച്ചിങ് പോർട്ട്ഫോളിയോസ് ആൻഡ് ഡോസിയേഴ്സ് ആർ ഓൾസോ ഗുഡ് സോഴ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഇനി ഡോസിയേഴ്സ് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് തരുന്നതെന്ന് നോക്കാം. ഈ 3 തരത്തിലുള്ള ഇൻഫർമേഷനാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഫാക്കൽറ്റി മെമ്പർ, അത് ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു അതെല്ലാം. ദെൻ ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ ഫാക്കൽറ്റി മെമ്പർ വർക്ക്, ഏതൊക്കെ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്തു. ദെൻ ദ എലമെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ടീച്ചിങ് പ്രോസസ്സ്, ആ ടീച്ചിങ് പ്രോസസ്സിനെ പറ്റി ഉള്ള ഫാക്കൽറ്റി മെമ്പറിൻ്റെ ടീച്ചിങ് പ്രോസസ്സിനെ പറ്റിയുള്ള ഡേറ്റയും നമുക്ക് ഡോസിയറിൽ നിന്ന് ലഭിക്കും. ഇനി ഓരോരോ ടീച്ചറും എന്തൊക്കെ അവർക്ക് കൊടുക്കണം, അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത്. എ ഫാക്കൽറ്റി മെമ്പർ മേ പ്രൊവൈഡ് ദ ഫോളോയിങ് തിങ്സ് ഫോർ ദ ഇവാലുവേറ്റീവ് പർപ്പസ്. ഓക്കെ, സാമ്പിൾ ഓഫ് ടീച്ചിങ് മെറ്റീരിയൽ, അവർ പഠിപ്പിക്കുന്ന ടീച്ചിങ് മെറ്റീരിയലിൻ്റെ സാമ്പിൾസ് സച്ചസ് കോഴ്സ് സിലബസ്, ലാബറട്ടറി അസൈൻമെൻറ്റ്സ്, വീഡിയോ ടേപ്പ് ഓഫ് ദ ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ വീഡിയോ ടേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ചാർട്ട്, ടീച്ചിങ് എയ്ഡ്സ് ആയിരിക്കാം. ഇതെല്ലാം അതോറിറ്റിക്ക് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും അവരുടെ അസസ്മെൻറ്റിൻ്റെ സമയത്ത്. അതുകൂടാതെ തന്നെ സ്റ്റുഡൻസിൻ്റെ എക്സാം പേപ്പേഴ്സ്. അപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെ ഒരു ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷനിൽ സ്റ്റുഡൻസ് എത്രത്തോളം ഗോൾസ് അച്ചീവ് ചെയ്തു അതും ഒരു ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദ സാമ്പിൾസ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് സച്ചസ് എക്സാം പേപ്പേഴ്സ്, പ്രൊജക്ട്സ്, സ്ലൈഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ് വർക്ക് എക്സെട്ര ഓൾസോ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ അതോറിറ്റി. The faculty members reflection about the sample of teaching and learning material. അവരുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയലിനെ പറ്റി ഓരോരുത്തർക്കും ഉള്ള സ്വന്തം അഭിപ്രായം, അവരുടെ സെൽഫ് റിഫ്ലക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാം, അതോറിറ്റിക്ക് കളക്ട് ചെയ്യാം ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ. ദെൻ ക്രൈറ്റീരിയ ഫോർ ആൻ എഫക്റ്റീവ് ടീച്ചർ ഇവാലുവേഷൻ. എന്തെല്ലാം ക്രൈറ്റീരിയ ആണ് ഒരു എഫക്റ്റീവ് ടീച്ചർ ഇവാലുവേഷന് വേണ്ടതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ടീച്ചർ ഇവാലുവേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രൊഫഷണൽ ടീച്ചിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം. ദെൻ ഇവാലുവേഷൻ ഷുഡ് ഇൻക്ലൂഡ് മൾട്ടിഫേസറ്റഡ് എവിഡൻസ് ഓഫ് ടീച്ചർ പ്രാക്ടീസ്, സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ കോൺട്രിബ്യൂഷൻ. പല മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള ഡേറ്റ വേണം. ദെൻ ഇവാലുവേറ്റേഴ്സ് ഷുഡ് ബി നോളജബിൾ അബൌട്ട്
ഇൻസ്ട്രക്ഷൻ ആൻഡ് വെൽ ട്രെയിൻഡ് ഇൻ ദ ഇവാലുവേഷൻ സിസ്റ്റം. ഇവാലുവേറ്റ് ആരാണോ ചെയ്യുന്നത് അവർക്ക് ഇവാലുവേഷനെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവാലുവേഷൻ ചെയ്യാൻ എക്സ്പീരിയൻസ്ഡും ആയിരിക്കണം. Then evaluation should be accompanied by useful feedback and connected to professional developmental opportunities. അതേപോലെ തന്നെ ഈ ഫീഡ്ബാക്ക് കൊടുക്കണം. ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. അത് അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതുമായിരിക്കണം. ദ ഇവാലുവേഷൻ സിസ്റ്റം ഷുഡ് വാല്യൂ ആൻഡ് എൻകറേജ് ടീച്ചർ കൊലാബറേഷൻ. ടീച്ചർ കൊലാബറേഷനെ അവർ എൻകറേജ് ചെയ്യണം. ദ എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഷുഡ് ബി പാർട്ട് ഓഫ് ദ അസിസ്റ്റൻസ് ആൻഡ് റിവ്യൂ. ഇത് റിവ്യൂ ചെയ്യാനും ഈ ഇവാലുവേഷൻ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എക്സ്പേർട്ട് ടീച്ചേഴ്സും ഇതിൻ്റെ കൂടെ വേണം. പാനൽ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഷുഡ് ഓവർസീ ദ ഇവാലുവേഷൻ പ്രോസസ്സ്. ഇവാലുവേഷൻ പ്രോസസ്സ് ഓവർസീ ചെയ്യാൻ ഒരു പാനൽ തന്നെ വേണം. അതിൽ ആരൊക്കെ ഉണ്ടാവണം? അഡ്മിനിസ്ട്രേറ്റേഴ്സും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സും ഉണ്ടാകണം. ഇനി നമുക്ക് സ്റ്റുഡൻറ്റ് ടീച്ചർ. ടീച്ചേഴ്സിന് തന്നെയാണ് സ്റ്റുഡൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു ഹാഫ് ടീച്ചറാണല്ലേ, ടീച്ചറാവാൻ പോകുന്നവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു റേറ്റിംഗ് സ്കെയിലാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. റേറ്റിംഗ് സ്കെയിൽ ഫോർ സ്റ്റുഡൻറ്റ് ടീച്ചർ. ടീച്ചിങ് കോമ്പീറ്റൻസി റേറ്റിംഗ് സ്കെയിൽ എന്ന് നമുക്കിതിനെ പറയാം. അപ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കും ഫോർമാറ്റിലുള്ളത്? നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ടീച്ചർ, ദെൻ സബ്ജക്റ്റ്, ക്ലാസ്, ഒബ്സർവർ, ഹൂ ഈസ് ഒബ്സർവിങ് ഇറ്റ്, മേ ബി യുവർ പിയർ ഗ്രൂപ്പ്, യുവർ ഫെലോ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചറായിരിക്കും, ആരാണോ ഒബ്സർവ് ചെയ്യുന്നത് അയാളുടെ പേര്, ഡേറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതി അല്ലേ, ഓൺലൈനാണോ ഓഫ്ലൈനാണോ അത് നമുക്ക് അവിടെ എഴുതാം. ദെൻ ടീച്ചർ കോമ്പീറ്റൻസി റേറ്റിംഗ് സ്കെയിൽ ഈസ് യൂസ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ടീച്ചർ by her peer group. If the student teacher exhibit all the 4 sub-components under a given component, she must be marked under 0.5. അതായത് ഓരോ മെയിൻ കമ്പോണൻസിൻ്റെ അടിയിലുള്ള 4 സബ് കമ്പോണൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ടീച്ചർക്ക് 5 മാർക്കായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ലാക്കിംഗ് ആയിരുന്നെങ്കിൽ 4, പിന്നെ 3, 2, 1 അങ്ങനെ മാർക്കിംഗ് സ്കീം പോകും. ഓക്കെ. See, if the 3 subcomponents are present, she must be marked under 4 and so on. 0.5 stand for very good performance, 0.4 stand for good performance, 3 stands for average performance, 2 stands for below average and 1 stand for poor performance. അപ്പോൾ ഓരോ മെയിൻ കമ്പണൻസിൻ്റെ താഴെയുള്ള സബ് കമ്പണൻസ് എത്രത്തോളം പ്രസൻ്റ് ആണ് എന്നനുസരിച്ചാണ് ഈ മാർക്കിംഗ് സ്കീം വരുന്നത്. ഓൾ ദ സബ് കമ്പോണൻസ് മസ്റ്റ് ബി മാർക്ക്ഡ്. ഇതിലുള്ള എല്ലാ സബ് കമ്പോണൻസും നമ്മൾ മാർക്ക് ചെയ്യണം. ദ ടോട്ടൽ score value lying between 161 to 128 is graded as very good. That teacher is graded as very good teacher. 161 to 128 ഉണ്ടെങ്കിൽ. Okay. Then 97 to 128 is good. 65 to 96 is average. 33 to 64 is below average and 32 and below പുവർ പെർഫോമേഴ്സ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സബ് കമ്പണൻസ് പ്രസൻ്റ് ആണോ അനുസരിച്ചാണ് മാർക്കിംഗ് സ്കീം വരുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ഈ റേറ്റിംഗ് സ്കെയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ദിസ് ടൂൾ, ദ ടീച്ചർ കോമ്പീറ്റൻസി റേറ്റിംഗ് സ്കെയിൽ, എയിംസ് അറ്റ് അസസിങ് ദ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ടീച്ചിങ് കോമ്പീറ്റൻസി. ആരാണ് അസസ് ചെയ്യുന്നത്? പിയർ ഗ്രൂപ്പ്, പിയേഴ്സാണ് അത് അസസ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ കോമ്പീറ്റൻസി ഓഫ് സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻ ദ ഏരിയ subject competency, communication, instructional strategies, use of learning materials, class management, evaluation, motivation and teacher. As a teacher, how she is and how good she is in the process of motivation. ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് ഏരിയാസ് അല്ലേ. അപ്പോൾ ടോട്ടലായിട്ട് 8 ഏരിയാസ് ഉണ്ട്. ഓരോ ഏരിയാസിലും 4 സബ് കമ്പണൻസ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കമ്പണൻസ് ഉണ്ട്? 8 into 4 32 കമ്പണൻസ് ഉണ്ട്. ഒരു കമ്പണൻറ്റിന് ബെസ്റ്റ് ആണെങ്കിൽ 5 മാർക്സ്. അപ്പോൾ ടോട്ടലായിട്ട് ഹയസ്റ്റ് മാർക്ക് എത്ര വരാം? 160 വരാം അല്ലേ. അപ്പോൾ 160 to 128 ആ റേഞ്ചിൽ വരുവാണെങ്കിലാണ് നമ്മൾ വെരി ഗുഡ്, ഹർ പെർഫോമൻസ് ഈസ് വെരി ഗുഡ് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ മാർക്ക് കൊടുത്ത് ആ മാർക്കിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമറാണോ ആവറേജ് പെർഫോമറാണോ പുവർ പെർഫോമറാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് അതിലെ ഫസ്റ്റ് കമ്പണൻറ്റ് നോക്കാം. സബ്ജക്റ്റ് കോമ്പീറ്റൻസി. അതിലെന്തെല്ലാമാണ് വരുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സബ്ജക്റ്റ് കോമ്പീറ്റൻസിയുടെ കീഴിൽ വരുന്ന സബ് കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിസോഴ്സ്ഫുൾനെസ്. എ, റിസോഴ്സ്ഫുൾനെസ്. ബി, ലിങ്കിങ് വിത്ത് ദ സിറ്റുവേഷൻ. സി, sequential arrangement of the content. And last one is ability of consolidation. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് ഓഫ് ദ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിനെ പറ്റിയുള്ള നോളജ്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഇത്. ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്, ഇൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ്.
ഇതെല്ലാമാണ് റിസോഴ്സ്ഫുൾനെസ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ബി ലിങ്കിങ് വിത്ത് ദ സിറ്റുവേഷൻ. അതായത് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ കണ്ടൻറ്റ് പഠിപ്പിക്കുന്നത് ആ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സാമ്പിളുമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് ടീച്ചറിനുണ്ടോ ഇല്ലയോ, അതാണ് ലിങ്കിങ് വിത്ത് ദ സിറ്റുവേഷൻ. എക്സാമ്പിൾസ് ഫ്രം ഡേ ടു ഡേ ലൈഫ്. ദെൻ ഇൻറ്റഗ്രേറ്റിംഗ് ദ വാല്യൂസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. വാല്യൂസും ആപ്ലിക്കേഷൻസും അതിൽ ലിങ്ക് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാനുള്ള കഴിവ്, അതാണ് സെക്കൻഡ് എബിലിറ്റി. ദെൻ തേർഡ് വൺ ഈസ് സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കണ്ടൻറ്റ് സീക്വൻഷ്യലി ലോജിക്കലി ആണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ള രീതിയിലാണോ, അത് നോൺ ടു അൺനോൺ അങ്ങനെയാണോ അറേഞ്ച് ചെയ്താൽ സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടോ, അതാണ് അടുത്തത്. ദെൻ ഫോർത്ത് വൺ ഈസ് എബിലിറ്റി ഓഫ് കൺസോളിഡേഷൻ. ഹൗ ഷീ ഈസ് കൺസോളിഡേറ്റിംഗ് ദ ക്ലാസ്, ഹൗ ഷീ ഈസ് ലിങ്കിങ് ദ പ്രസൻറ്റ് നോളജ് വിത്ത് ദ പ്രീവിയസ് നോളജ് ആൻഡ് ഹൗ ഷീ ഈസ് ട്രൈയിങ് ടു ലിങ്ക് വിത്ത് ദ ഫ്യൂച്ചർ നോളജ്. ഇതെല്ലാം ആണ് എന്തിൽ വരുന്നത്, എബിലിറ്റി ഓഫ് കൺസോളിഡേഷൻ. കൺസോളിഡേഷൻ ഓഫ് മേജർ പോയിൻറ്റ്സ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ജോയിൻ ന്യൂ നോളജ് വിത്ത് ദ പ്രീവിയസ് നോളജ് ആൻഡ് ലേണിംഗ് വിത്ത് ദ ഫ്യൂച്ചർ നോളജ്. ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്, സബ്ജക്റ്റ് കോമ്പിറ്റൻസിയിൽ വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇവാലുവേഷൻ പോയിൻറ്റ്സ് എന്തൊക്കെ, എത്ര പോയിൻറ്റ്സാണ് കൊടുക്കുന്നത്, ഹയസ്റ്റ് പോയിൻറ്റ് 5, സെക്കൻഡ് ഹയസ്റ്റ് 4, 3, 2, 1 ആ ലെവലിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ കണ്ടൻറ്റും എല്ലാ സബ് കോമ്പണൻസും ക്വാളിഫൈ ചെയ്താൽ ആ ടീച്ചറിന് 5 മാർക്സ് ഹയസ്റ്റ് മാർക്ക് കൊടുക്കും അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് കമ്പണൻ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത മെയിൻ കമ്പണൻ്റാണ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ. അതിൽ വരുന്ന സബ് കമ്പണൻറ്റ്സ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റിമുലസ് വേരിയേഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് മൈക്രോ ടീച്ചിങ് പഠിക്കുമ്പോൾ സ്റ്റിമുലസ് വേരിയേഷൻ എന്താണെന്നൊക്കെ. ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എവിടെയാണോ സ്ട്രെസ് കൊടുക്കേണ്ടത് അതെല്ലാം കൊടുത്ത് നമ്മുടെ സ്പീച്ച് പാറ്റേൺ മാറ്റുക, നമ്മളുടെ സ്റ്റൈൽ മാറ്റുക, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ അവർ ഓഡിയോ വിഷ്വൽ, അതിൽ നിന്ന് ഓഡിയോ സ്റ്റിമുലസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റിമുലസിലേക്ക് മാറാം, വീണ്ടും ഓഡിയോ വിഷ്വലിലേക്ക് മാറാം, അങ്ങനെയുള്ളതെല്ലാം സ്റ്റിമുലസ് വേരിയേഷനിൽ വരും. ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ, ഫോക്കസിങ്, പോസിങ്, ഓറൽ വിഷ്വൽ സ്വിച്ചിങ്, ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ സ്റ്റിമുലസ് വേരിയേഷൻ. ഇഫ് all these are present, the teacher should get 5 marks, isn't it? Then next one is fluency of language. How she is using the language, how fluent she is, grammatically correct or not. She should use the direct and straightforward usage. അതെല്ലാം നോക്കിയാണ് fluency of language വരുന്നത്. Then she should avoid unnecessary words. Then there should be continuity in the speech. ഇതെല്ലാം നോക്കും സെക്കൻഡ് സബ് കമ്പണൻ്റ് fluency of language. The third one is voice modulation. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം. Then here the voice modulation, intonation, change in speech pattern, pause, പിച്ച് വേരിയേഷൻ, അതേപോലെ തന്നെ ടോണിലുള്ള വ്യത്യാസങ്ങൾ, സ്പീച്ചിൻ്റെ പാറ്റേണിലുള്ള വ്യത്യാസം, ഇതെല്ലാമാണ് വോയിസ് മോഡുലേഷനിൽ വരുന്നത്. ദെൻ ഓഡിബിലിറ്റി, ലൗഡ്, ക്ലിയർ, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റെക്കഗ്നൈസബിൾ ആയിരിക്കണം വോയിസ്. ഈ 4 ഇതിലുള്ള സബ് കമ്പോണൻറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം, ഇവാലുവേഷനുള്ള സബ് കമ്പോണൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒന്നാണോ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതിലെന്തൊക്കെ വരും, കറക്റ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേഷനാണോ യൂസ് ചെയ്യുന്നത്, കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ടീച്ചർ, ദെൻ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ എപ്പോഴും ടീച്ചർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം വരും അതെ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ. ദെൻ സെക്കൻഡ് വൺ സ്യൂട്ടബിലിറ്റി ഓഫ് ദി ടൂൾ, ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂളാണോ അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്രോപ്രിയേറ്റ്, റെലവൻറ്റ്, ഒബ്ജക്റ്റീവ് ആൻഡ് എൻകറേജിങ്, ആ ടൈപ്പിലുള്ള ടൂളായിരിക്കണം ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എല്ലാവർക്കും അതിനുള്ള ചാൻസ് കൊടുക്കുക, അങ്ങനെയുള്ള അപ്രോപ്രിയേറ്റ് ടൂളാണോ, കറക്റ്റ് ടൂളാണോ, ക്വസ്റ്റ്യനിങ് ടെസ്റ്റ് നടത്താം, അങ്ങനെ എന്ത് ടൂളാണ് ടീച്ചർ ഉപയോഗിക്കുന്നത് അത് അപ്രോപ്രിയേറ്റ് ടൂളാണോ, ആ കണ്ടൻറ്റ് മാറ്ററിന് അപ്രോപ്രിയേറ്റ് ആണോ, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വണ്ണോ മോഡിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജീസ് അക്കോർഡിംഗ് ടു ദ റെസ്പോൺസ് കിട്ടിയതനുസരിച്ച് ചില ടൂൾ ഉപയോഗിച്ചു, അപ്പോൾ അതിൽ നല്ല റെസ്പോൺസ് അല്ല കിട്ടിയെങ്കിൽ ആ റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം, ടീച്ചർ സ്ട്രാറ്റജി മാറ്റണം, അത് മാറ്റുന്നുണ്ടോ, ആ റെസ്പോൺസ് അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂളാണോ ഉപയോഗിക്കുന്നത്, അതാണ് അടുത്തത്. മോഡിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ടോ റെസ്പോൺസ് അനുസരിച്ച്. ദെൻ ലാസ്റ്റ് വൺ കണ്ടിന്യൂറ്റി ഉണ്ടോ ഈ ഇവാലുവേഷൻ പ്രോസസ്സിന്, അതായത് ഒരിക്കലൊന്ന് ഇവാലുവേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ഇവാലുവേഷനെ കുറിച്ച് ആലോചിക്കുന്നില്ല, പിന്നെ ലാസ്റ്റ് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇവാലുവേഷൻ നടത്തി, അതാണോ അതോ കണ്ടിന്യൂറ്റി ഉണ്ടോ, നല്ല കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം അല്ലേ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയണ ഇപ്പോഴുള്ള ഇവാലുവേഷൻ സ്റ്റൈലിന് തന്നെ അല്ലേ.
അടുത്ത കമ്പണൻ്റാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. അതിൻ്റെ സബ് കമ്പണൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇന്നവേറ്റീവ് സ്ട്രാറ്റജീസ് ആണോ ടീച്ചർ യൂസ് ചെയ്യുന്നത് ക്ലാസ് റൂമിൽ. അതായത് അപ്രോപ്രിയേറ്റ്, എഫക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആൻഡ് നോവൽ സ്ട്രാറ്റജീസ് ആണോ ടീച്ചർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് ഒരു സബ് കമ്പണൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാക്ഷൻ. അതായത് ക്ലാസ്സിൽ ഇൻട്രാക്ഷൻ ഏത് രീതിയിലൊക്കെ നടക്കണം. ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ, ദെൻ സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ അല്ലേ, ടീച്ചർ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ടീച്ചേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ പലതരത്തിലുള്ള ഇൻട്രാക്ഷനും കറക്റ്റായിട്ട് ക്ലാസ്സിൽ നടക്കുന്നുണ്ടോ അത് നോക്കണം. ദെൻ പ്രോഗ്രസ് ഓഫ് ദ ലെസൺ. എങ്ങനെയാണ് ലെസൺ പ്രോഗ്രസ് ചെയ്യുന്നത്. ഒരു ലെസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ഓഫ് ഐഡിയാസ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ഐഡിയ മറ്റൊരു ഐഡിയയോട് കണക്ട് ചെയ്താണോ പഠിപ്പിക്കുന്നത്. അതെല്ലാമാണ് പ്രോഗ്രസ് ഓഫ് ദ ലെസണിൽ വരുന്നത്. ദി ലാസ്റ്റ് സബ് കമ്പണൻസ് ഈസ് ഒറിജിനാലിറ്റി. The strategies teacher using should be unique and thought-provoking and resourceful. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, അത് ആപ്റ്റായിട്ടുള്ളതാണോ കാണിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ബേസിസിൽ നമുക്കൊരു ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ സബ് കമ്പണൻസ് ഫസ്റ്റ് വൺ സ്കിൽ ഇൻ ഹാൻഡ്ലിങ് ദ എയ്ഡ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എയ്ഡ്സ്, ചോക്ക്, ബ്ലാക്ക് ബോർഡ്, അതേപോലെ തന്നെ ചാർട്ട്, മോഡൽ, അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ആ എഫിഷ്യൻസി. ദെൻ എഫക്റ്റീവ്നെസ്, കറക്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആഡിക്വേറ്റ്, അപ്രോപ്രിയേറ്റ്, ഇംപ്രസീവ് ആൻഡ് സക്സസ്ഫുൾ എയ്ഡ്സ് ആണോ ടീച്ചർ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ നോവൽറ്റി ഓഫ് എയ്ഡ്സ്. അപ്രോപ്രിയേറ്റ്നെസ്, ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റും റെലവൻറ്റും അവിടെ പ്രോപ്പറായിട്ടുള്ള ആ കണ്ടൻറ്റ് പഠിപ്പിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എയ്ഡാണോ ടീച്ചർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ബേസിസിൽ ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ യൂസ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ കീഴിൽ വരുന്ന 4 സബ് കമ്പണൻസ് ആണിത്. ഇവിടെയും നമ്മളുടെ ലേണിംഗ് മാർക്കിംഗ് സ്കെയില് 5 പോയിൻറ്റിലാണ്. 5 to 1, ഹയസ്റ്റ് പോയിൻറ്റ് 5ഉം ലോവസ്റ്റ് 1ഉം ആണ്. ക്ലാസ് മാനേജ്മെൻറ്റിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് ലെസൺ ആണ് ഫസ്റ്റ് സബ് കമ്പണൻറ്റ്. ദെൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ആക്റ്റീവായിട്ടുണ്ടോ എന്നുള്ളത് സെക്കൻഡ്. തേർഡ് വൺ ഈസ് ഗൈഡഡ് ആക്ടിവിറ്റി. ടീച്ചർ എത്രത്തോളം കുട്ടികളെ ഓരോ ലീഡർഷിപ്പിന് വേണ്ടി ഓരോരോ കാര്യത്തിന് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടീച്ചറിന്. ദെൻ തേർഡ് വൺ ക്ലാസ് റൂമിലെ ക്ലൈമറ്റ് ഡെമോക്രാറ്റിക് ആണോ, ഫ്രണ്ട്ലി ക്ലൈമറ്റ് ആണോ, അതെല്ലാമാണ് ഫോർത്ത് വൺ. അപ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെയാണ്, ക്ലാസ് ടോപ്പിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസ് മാനേജ്മെൻ്റ് ആണ് അല്ലേ. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഓരോ ദിവസത്തെ ലെസൺ മാനേജ് ചെയ്യുന്ന രീതി. എങ്ങനെയാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ലെസൺ ക്ലോസ് ചെയ്യുന്നത്, അതെല്ലാം പ്രോപ്പറായിട്ടാണോ, പിന്നെ പ്രോപ്പർ എക്സാമ്പിൾസൊക്കെ യൂസ് ചെയ്താണോ അത് ഓരോ പുതിയ ലേണിംഗ് മെറ്റീരിയലും കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ അത് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണോ ടീച്ചറിൻ്റെ പെരുമാറ്റം, അതൊന്ന്. ദെൻ ഗൈഡഡ് ആക്ടിവിറ്റി, അതായത് കുട്ടികൾക്ക് തന്നെ ഗൈഡ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന രീതി, അതാണോ ടീച്ചർ ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന് മാർക്കുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ക്ലാസ് റൂം ക്ലൈമറ്റ്, ഡെമോക്രാറ്റിക്, ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി, നോ സ്ട്രെസ്ഡ് എൻവയോൺമെൻ്റ് ഇല്ലാത്ത ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണോ ക്ലാസ് റൂമിലുള്ളത്. ഇതെല്ലാമാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സബ് കമ്പോണൻസ്. അടുത്തതാണ് നമുക്ക് മോട്ടിവേഷൻ. എങ്ങനെയാണ് കുട്ടികളിൽ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടീച്ചർ പോകുന്നത്, അതാണ് ഇതിൽ വരുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ്. കറക്റ്റായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണോ ടീച്ചർ യൂസ് ചെയ്യുന്നത്, ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണോ ടീച്ചർ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കണം എപ്പോഴും ക്ലാസ് റൂമിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദെൻ ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്പിരേഷനും ഇൻട്രസ്റ്റും എന്തൂസിയാസവും എപ്പോഴും ഡെവലപ്പ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടീച്ചർ പോകുന്നുണ്ടോ, അതാണ് സെക്കൻഡ് പോയിൻറ്റ്. തേർഡ് വൺ fostering student participation. Teacher should be supportive, encouraging and constructive criticism. Always teacher constructive criticism കൊണ്ട് ഗുണമുള്ള criticism മാത്രമേ കുട്ടികളുടെ മുമ്പിൽ പറയാൻ പാടുള്ളൂ. Then fourth one is catering to the diverse needs. Different types of students ഉണ്ടാവും ഒരു ക്ലാസ്സിൽ. എല്ലാ കുട്ടികളുടെയും നീഡ് അനുസരിച്ചാണോ ഇവിടെ ടീച്ചർ പെരുമാറുന്നത്. She should have correct eye contact with them and responding to the students' queries. ക്വസ്റ്റ്യൻസ് വെൽക്കം ചെയ്യുകയും കുട്ടികളുടെ ക്വയറീസ് ആൻസർ ചെയ്തും ടീച്ചർ കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാണ് അടുത്ത കാറ്റഗറി. അങ്ങനെ മോട്ടിവേഷനിലുള്ള 4 സബ് കാറ്റഗറീസാണ് ഇതെല്ലാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മെയിൻ കാറ്റഗറി ടീച്ചർ.
ലാസ്റ്റ് കമ്പണൻ്റാണ് ആസ് എ ടീച്ചർ ഹൗ ഷീ ഓർ ഹീ ഷുഡ് ബി എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ അപ്പിയറൻസ്, ടീച്ചറിൻ്റെ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഷീ ഷുഡ് ബി പ്ലസൻറ്റ്, ഡിഗ്നിഫൈഡ് ആൻഡ് മോഡസ്റ്റി ഇൻ ഡ്രസ് ആൻഡ് ഷീ ഷുഡ് ബി ആക്റ്റീവ്. ദെൻ സെക്കൻഡ് വൺ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടീച്ചർ. ആവശ്യമില്ലാതെ ഉള്ള മൂവ്മെൻറ്റ് ക്ലാസ്സിൽ പാടില്ല. ഇറ്റ് ഷുഡ് ബി ജുഡീഷ്യസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദ കണ്ടൻറ്റ് വാട്ട് ഷീ ഈസ് ടീച്ചിങ്. ദെൻ തേർഡ് വൺ, ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം? ഫ്രണ്ട്ലി ആൻഡ് ഹെൽത്തി ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കണം ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ, എ ഗൈഡ്, എ ഫ്രണ്ട് ആൻഡ് എ ഫിലോസഫർ. ഈ രീതിയിൽ തന്നെയാണോ ആ ടീച്ചർ കുട്ടികളോട് പെരുമാറുന്നത്? ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 8 മെയിൻ കമ്പോണൻസിൻ്റെ കീഴിലുള്ള 4 സബ് കമ്പോണൻസും പറഞ്ഞു. ഈ 4 സബ് കമ്പോണൻസും നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലെ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ പോയിൻറ്റും വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ പോയിൻറ്റിൻ്റെ അടിയിലും 5ൽ ഒരു മാർക്ക് ഉണ്ടാവും. 5ൽ 4 ആയിരിക്കാം, മാർക്ക് 3 ആയിരിക്കാം, ചിലപ്പോൾ 5ൽ 5 മാർക്കും ഉണ്ടായിരിക്കാം അല്ലേ. ആ മാർക്കുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ആ ടീച്ചറിൻ്റെ പെർഫോമൻസ് വെരി ഗുഡ് ആണോ ആവറേജ് ആണോ പുവർ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റേറ്റിംഗ് സ്കെയിലാണ്, ഒരു ടൂളാണ്. എന്തിനുള്ളത്? ഒരു നിങ്ങളുടെ ഫെലോ സ്റ്റുഡൻറ്റ് ക്ലാസ് എടുക്കുമ്പോൾ, ഒരു ടീച്ചർ ട്രെയിനി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പിയർ റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ എത്ര കമ്പണൻസ് ഉണ്ട്? ടോട്ടലായിട്ട് 8 കമ്പണൻസ് ഉണ്ട്. ഓരോ കമ്പോണൻസിൻ്റെ കീഴിലും 4 സബ് കമ്പണൻസും ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 5 പോയിൻറ്റ് സ്കെയിലാണ്. അത് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ടീച്ചർ വെരി ഗുഡ് ആണോ ആവറേജ് ആണോ പുവർ ആണോ എന്ന് തീരുമാനിക്കുന്നത്.